നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരുന്നു. കൊച്ചിയിലാണ് എത്തിയത്. വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. രാഷ്ട്രീയപരമായി, അതായത് സ്വർണ്ണക്കൊള്ളയും അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള രാഷ്ട്രീയ പരാമർശങ്ങളോട് ഒക്കെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ധീവരസഭയുടെ സുവർണ ജൂബിലി സംഗമവേദിയിൽ അദ്ദേഹം എത്തിയപ്പോൾ മറ്റൊരു അപൂർവ നിമിഷത്തിന് കൂടി സാക്ഷിയായി. ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. വേദിയിൽ ഹൈബി ഈഡൻ MPയെ പ്രധാനമന്ത്രി കണ്ടു. എന്താണ് ഇവിടെ നിൽക്കുന്നത്, പാർലമെന്റിൽ പോകുന്നില്ലേ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ചോദ്യം ഹൈബി ഈഡൻ MPയോടെ. ചോദ്യം കേട്ട് ആദ്യമൊന്ന് ഞെട്ടി ഹൈബി ഈഡൻ. ഇതെന്ത് ചോദ്യമാണ് PMA? കഴിഞ്ഞ 1.5 മാസമായി ഞങ്ങൾ കുറച്ചുപേരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയല്ലേ, ഇതുവരെ തിരിച്ചെടുത്തില്ലല്ലോ. ഞാനിന്ന് രാവിലെ ഈ പരിപാടിക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് വന്നതാണ് എന്നായിരുന്നു ഹൈബി ഈഡന്റെ മറുപടി. ആ മറുപടി കേട്ട് പ്രധാനമന്ത്രി ചിരിച്ചു. എന്തായാലും വളരെ നർമ്മപ്രധാനമായൊരു മുഹൂർത്തമാണ് വേദിയിൽ അരങ്ങേറിയത്. നമുക്കറിയാം, ഹൈബി ഈഡൻ ഇപ്പോൾ ലോക്സഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. വാശിയേറിയ ചർച്ചകളും പോരും ഒക്കെ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ കഴിഞ്ഞ ദിവസം അരങ്ങേറി. ലോക്സഭയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ഹൈബി ഈഡൻ MP ഇവിടെ കേരളത്തിൽ കൊച്ചിയിൽ ഒരു വേദിയിൽ കണ്ടപ്പോൾ എന്തുകൊണ്ട് ലോക്സഭയിൽ പോകുന്നില്ല എന്ന ചോദ്യമായിരുന്നു പ്രധാനമന്ത്രി ഉന്നയിച്ചത്. എന്താ അവിടെ പോകുന്നില്ല, ഇവിടെ വന്ന് നിൽക്കുകയാണോ എന്ന തരത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ചോദ്യം. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ വിവാദങ്ങൾ, ഈ ലോക്സഭയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പ്രതിഷേധത്തോടനുബന്ധിച്ച് കുറച്ച് MPമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അത്തരത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട MPമാരിൽ ഒരാളാണ് ഹൈബി ഈഡൻ MP. എന്തായാലും വളരെ നർമ്മപ്രധാനമായൊരു മുഹൂർത്തമായി അത് മാറി. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിനിടയിലാണ് സ്പീക്കറോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് ഹൈബി ഈഡൻ അടക്കമുള്ള പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്തത്. എന്തായാലും പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ അത് എപ്പോഴത്തെയും പോലെ തന്നെ അദ്ദേഹത്തിന് സർപ്രൈസുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് സമ്മാനങ്ങൾ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. കൈ നിറയെ സമ്മാനവുമായാണ് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങിയത്. കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് സമ്മാനമായി 6 മുള കണ്ണാടി നൽകി. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് 6 മുള കണ്ണാടി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചത്. ദേശീയ പുഷ്പമായ താമരയുടെയും ദേശീയ പക്ഷിയായ മയിലിന്റെ രൂപങ്ങൾ കൊത്തിയതായിരുന്നു 6 മുള കണ്ണാടി. അഖില കേരള ധീവരസഭ സുവർണ ജൂബിലി സമ്മേളന വേദിയിൽ മഹാവിഷ്ണുവിന്റെ മത്സ്യാവതാരത്തിന്റെ ശില്പമാണ് ഭാരവാഹികൾ അദ്ദേഹത്തിന് സമ്മാനിച്ചത്. കഥകളിയിലെ കൃഷ്ണവേഷത്തിന്റെ ഈട്ടിയിൽ തീർത്ത വലിയ ശില്പം നൽകിയാണ് NDA തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഇതിനു പുറമെ തൃപ്പൂണിത്തുറ സ്വദേശിനിയായ 72-കാരി ഗിരിജ അമ്മാൾ പരുത്തിനൂൽ ഉപയോഗിച്ച് തുന്നിയ മോദിയുടെ ചിത്രവും സമ്മാനമായി നൽകി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് 2 സമ്മാനങ്ങളും മോദിക്ക് കൈമാറിയത്. പ്രസംഗമൊക്കെ മോദി മലയാളത്തിലാണ് ആരംഭിച്ചത്. പ്രസംഗത്തിൽ ആദ്യ അവസാനം മലയാളം പറഞ്ഞും കേരളം മാറ്റി കേരളം എന്ന പേരാക്കിയതിൽ അഭിമാനം ഉണ്ട് എന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. മറൈൻ ഡ്രൈവിലും കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലുമായി അരങ്ങേറിയ 3 പരിപാടികളും മലയാളത്തെ അടിക്കടി കൂടെ കൂട്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. 3 വേദികളിലും പ്രസംഗത്തിനിടെ പലതവണ എൻ്റെ സുഹൃത്തുക്കളെ എന്ന സംബോധനയും മോദി നടത്തി. നമസ്കാരം, എറണാകുളം എന്ന വാക്കുകളോടെയായിരുന്നു NDA തിരഞ്ഞെടുപ്പ് പ്രചാരണ ഉദ്ഘാടന വേദിയിൽ മോദി പ്രസംഗിച്ചു തുടങ്ങിയത്. ജയ് കേരളം, ജയ് വികസിത കേരളം എന്നുള്ള വാക്കുകൾ പിന്നാലെ എത്തി. മാറാത്തത് മാറും, ഇനി കേരളം വളരും എന്നുള്ള NDA പ്രചാരണ മുദ്രാവാക്യവും മോദി ഉയർത്തി. പതിവ് രീതിയിൽ വന്ദേമാതരം മുഴക്കി പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ മഹത്തായ സംസ്ഥാനത്തെ രാജ്യവും ലോകവും ഇനി മുതൽ കേരളം എന്ന് മലയാളത്തിൽ തന്നെ വിളിക്കുന്നതിന് വേണ്ട ഐതിഹാസിക തീരുമാനമെടുത്തത് NDA സർക്കാർ ആണെന്നതിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു മോദി പറഞ്ഞത്. മലയാളി എന്ന വികാരത്തിനും മലയാളത്തിന്റെ സമ്പന്നമായ ഭാഷാ പാരമ്പര്യത്തിനുമുള്ള അംഗീകാരമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കടലിന്റെ മക്കൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞാണ് മറൈൻ ഡ്രൈവിൽ നടന്ന ധീവരസഭ സുവർണ ജൂബിലി ഉദ്ഘാടന ഭാഷണം മോദി ആരംഭിച്ചത്. എന്നാൽ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ ഹിന്ദിയിലാണ് പ്രസംഗം തുടങ്ങിയത്. കേരളത്തിന്റെ വികസനത്തിന്റെ വേഗത പകരുന്ന വിവിധ ഉന്നതതല പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി എത്തുകയായിരുന്നു. നിക്ഷേപത്തിന്റെ വ്യാപ്തി എടുത്തു പറഞ്ഞുകൊണ്ട് ഏകദേശം 11,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. സദസ്സിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി കൊച്ചിയിലേക്കുള്ള ഓരോ സന്ദർശനവും എപ്പോഴും മികച്ച അനുഭവമാണെന്ന് പറഞ്ഞു. ഈ പദ്ധതികളുടെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ താൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി റിഫൈനറിയിലെ പോളിപ്രൊപ്പലീൻ യൂണിറ്റിന് തറക്കല്ലിട്ടതിന് പിന്നാലെ പെട്രോളിയം മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കുകയാണ് അതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാക്കേജിംഗ്, ടെക്സ്റ്റൈൽ, മെഡിക്കൽ ഉപകരണ നിർമ്മാണ മേഖലകളെ സഹായിക്കുന്നതിനായി പ്രതിവർഷം 4 ലക്ഷം ടൺ ഉൽപ്പാദനമാണ് ഈ യൂണിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ സംവിധാനത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. സ്വയം പര്യാപ്തത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനും മേക്ക് ഇൻ ഇന്ത്യയ്ക്കും പെട്രോളിയം മേഖലയുടെ വികസനം അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയെ ആഗോള നിർമ്മാണ സാങ്കേതിക ഹബ്ബാക്കി മാറ്റാനുള്ള
നീക്കത്തിന്റെ ഭാഗമായി നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടർ മേഖലകളിലെ രാജ്യത്തിന്റെ പുരോഗതിയെ സുസ്ഥിര ഊർജ്ജത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയുമായി പ്രധാനമന്ത്രി ബന്ധപ്പെടുത്തി. സൗരോർജ്ജ ഉൽപാദന രംഗത്ത് കേരളം മുന്നേറുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ വെസ്റ്റ് കല്ലടയിൽ 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്ടിന് തറക്കല്ലിട്ടതായി പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ധാരാളം ജലാശയങ്ങളുള്ള കേരളത്തിന് ഫ്ലോട്ടിംഗ് സോളാർ പവർ മേഖലയിൽ വലിയ സാധ്യതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ഹരിതാഭമായ ഒരു ഭാവിയിലേക്കുള്ള മാറ്റം എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി സൗരോർജ്ജ ഉൽപാദനത്തിൽ കേരളം ഇനി മുന്നോട്ട് പോകണമെന്ന തങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ചും വ്യക്തമാക്കി. എന്തായാലും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം കേരളത്തിൽ എത്തിയപ്പോൾ ഉള്ള ചില ദൃശ്യങ്ങളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്.